മഴതോരും മുൻപേടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ സ്റ്റാൻലിയുടെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം രാത്രിയാണ് ബാലചന്ദ്രൻ കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തിയത്. അലീനയില്ലാത്ത കടപ്പാട്ടൂർ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ്റെ നെഞ്ച് വല്ലാതെ പിടഞ്ഞു. കുട്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് കരുതി. സാരമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും, എല്ലാം പഴയ പോലെ ആയിക്കോളുമെന്ന് ബാലചന്ദ്രൻ മനസ്സിൽ കരുതി. അകത്തേക്ക് കടന്നതും മനുവിനെ കണ്ടു. മനു ഇതുവരെ പോയില്ലായിരുന്നോ? ഇല്ല അങ്കിളെ. അലീനയും അങ്കിളും പോയതിൽ പിന്നെ കുട്ടികളിവിടെ തനിച്ചല്ലായിരുന്നോ? പിന്നെ അവർക്ക് നല്ല വിഷമവുമുണ്ട്, അതുകൊണ്ട് കൂടെ ഇരുന്നു. ഇനിയിപ്പോൾ ഏതായാലും നാളെയേ പോകുന്നുള്ളൂ. അത് നന്നായി. എല്ലാവർക്കും നല്ല സങ്കടത്തിലായിരിക്കുമല്ലേ? അവർ വല്ലതും കഴിച്ചോ? ഒരു വിധത്തിൽ ഞാൻ കഴിപ്പിച്ചു അങ്കിളെ. ബബിതയ്ക്കാണ് ഏറ്റവും സങ്കടം. അത് പിന്നെ കൂടുതലും കുറ്റബോധമായിരിക്കും. അവൾ ഇത്രയും നാൾ അലീനയെ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഈ അടുത്ത കാലത്താണ് അവൾ അലീനയെ സ്നേഹിച്ച് തുടങ്ങിയത്. സ്നേഹിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അലീന പോയില്ലേ, അതിൻ്റെ സങ്കടമായിരിക്കും. ബാലചന്ദ്രനെ കണ്ടതും കൃഷ്ണജ ഓടി വന്നു. അച്ഛാ, എങ്ങനെയുണ്ട് അലീന ചേച്ചിയെ കൊണ്ടാക്കിയ സ്ഥലം? നല്ലവരാണോ അവിടെയുള്ളത്? എന്ത് ജോലിയാണ് ചേച്ചിക്ക് കിട്ടിയേ? അവിടെ ഒന്നും പേടിക്കാനില്ല മോളെ. ഞാൻ മുൻപേ തന്നെ എല്ലാം അന്വേഷിച്ചിട്ടാണ് അവളെ അവിടെ ആക്കിയത്. അവൾ അവിടെ സുരക്ഷിതമാണ്. ചേച്ചിക്ക് അവിടെ എന്താ ജോലി? ഇവിടെയുള്ളതുപോലെ തന്നെ. പിന്നെ ഏറ്റവും വലിയൊരു സമാധാനം, അവളെ അവിടെ ദ്രോഹിക്കാൻ ആരുമില്ല. എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ്. പിന്നെ അവിടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് അവിടെ. ഒരാളല്ല, ഒരുപാട് ആളുണ്ട്. ആരാണെച്ചാ? അവളുടെ പട്ടികൾ. ഒരുപാട് പട്ടികളുണ്ട്. അവളെ കണ്ടതും എല്ലാവരും ഓടിച്ചെന്ന് അവളെ സ്നേഹിക്കാൻ തുടങ്ങി. പോയപാടെ സ്നേഹിക്കാൻ തുടങ്ങിയോ? പിന്നെന്താ, അവളെ കണ്ടതും വന്ന് അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അതെന്തൊരു കഴിവാണ് അച്ഛാ അലീന ചേച്ചിക്ക്. ഏത് പട്ടികൾക്കും അലീന ചേച്ചിയെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ബാലേന്ദ്രൻ അവളുടെ മുഖത്തൊന്ന് തലോടിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി. രാത്രി കിടക്കാറായപ്പോൾ മനു ബാലേന്ദ്രൻ റൂമിലേക്ക് വന്നു. മനുവിൻ്റെ മുഖം കണ്ടതും ബാലേന്ദ്രന് മനസ്സിലായി മനുവിന് കാര്യമായി എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. മനു റൂമിലേക്ക് കടന്ന് ബാലേന്ദ്രൻ റൂമിൻ്റെ ഡോർ അടച്ചു. എന്നിട്ട് കട്ടിലേക്ക് ഇരുന്നു. പറയൂ അങ്കിളെ, അങ്കിൾ എവിടെയാണ് അലീനയെ കൊണ്ടാക്കിയത്? ഒന്നും കാണാതെ അങ്കിൾ ഒരു സ്ഥലത്ത് അവളെ വിട്ടിട്ട് പോരില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. അതേ മനു, നീ പറഞ്ഞത് സത്യമാണ്. ഒന്നും കാണാതെ ഞാൻ അവളെ ഒരിടത്തും കൊണ്ടാക്കില്ല. ഞാൻ അവളെ നമ്മുടെ കഥയിലെ നായകൻ്റെ അടുത്ത് കൊണ്ടാക്കിയതാണ്. നായകനോ? മനുവിന് മനസ്സിലാകാത്തതുകൊണ്ട് ഒന്നുകൂടെ ചോദിച്ചു. അതേടാ, നായികയുടെ കഥ നമ്മൾ കുറച്ച് മുൻപ് അറിഞ്ഞായിരുന്നല്ലോ. അവളുടെ അമ്മ. ഇപ്പോൾ ഞാൻ അവളുടെ അച്ഛൻ്റെ അടുത്താണ് കൊണ്ടാക്കിയിരിക്കുന്നത്. മനു ഞെട്ടിത്തെറിച്ച് പോവുകയാണ് കേട്ടോ. അച്ഛനോ? അലീനയുടെ അച്ഛനോ? അതേടാ, അലീനയ്ക്ക് അച്ഛനുണ്ടല്ലോ. അയാളെ ഞാൻ തപ്പി കണ്ടുപിടിച്ചു. കേണലായിരുന്നു. സ്റ്റാൻലി ജോസഫ് എന്നാണ് അയാളുടെ പേര്. അങ്കിളിന് എവിടെ നിന്ന് കിട്ടി അലീനയുടെ അച്ഛൻ്റെ അഡ്രസ്സൊക്കെ? അതിനാണോടാ മനു വലിയ പാട്. നിൻ്റെ അച്ഛനും അറിയാം, ഗംഗാധരൻ മേനോനുമൊക്കെ അറിയാം. ഞാൻ ഗംഗാധരനോട് ചോദിച്ചു. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു തന്നു? അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ ഒരു ഭീഷണി അങ്ങ് മുഴക്കി. അപ്പോൾ വേഗം പറഞ്ഞു തന്നു. എനിക്ക് സ്റ്റാൻലിയുടെ പഴയ തറവാടിൻ്റെ അഡ്രസ്സായിരുന്നു കിട്ടിയത്. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ സ്റ്റാൻലി ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കിട്ടി. അങ്ങനെ നേരെ അവിടേക്ക് ചെന്നു. ഒരു ദിവസം പോയി ചെന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ചു പോന്നു. ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം വന്ന് അലീനയെ കണ്ടിരുന്നു. ഓഹോ, അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ? എന്നിട്ട് അലീന ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അവളുടെ മുഖത്ത് ഒരു ഭാവമാറ്റം പോലും ഉണ്ടായില്ല. എടാ മനു, നീ അവളെ കുറ്റപ്പെടുത്തണ്ട. അവൾക്കൊന്നും അറിയില്ലായിരുന്നു. അവളെ അവളുടെ അച്ഛൻ കണ്ടു എന്നുള്ളത് ശരിയാ. പക്ഷേ അവൾ അവളുടെ അച്ഛനെ കണ്ടിട്ടില്ല. ഇന്ന് പോകുന്ന വഴിക്കാണ് ഞാൻ അവളോട് അവളുടെ അച്ഛൻ്റെ അടുത്താണ് ആക്കുന്നത് എന്ന് പറഞ്ഞത്. അവളും ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ഒന്ന് ആലോചിക്കാൻ പോലും സമയമില്ലാതെ പെട്ടെന്നൊരു അച്ഛനെ കിട്ടുക എന്നത് ആർക്കും ഉൾക്കൊള്ളാനാവാത്ത കാര്യമാണ്. ആ ഒരു അവസ്ഥയിലാണ് അലീന ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നീ അവളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. 24 വർഷം ഒരു അനാഥാലയത്തിൽ കഴിഞ്ഞു. അമ്മയെ തേടി വന്നപ്പോൾ അമ്മയാണെങ്കിൽ പരമാവധി ദ്രോഹിക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾക്ക് അവളുടെ അച്ഛനെ കിട്ടി. അതും പറഞ്ഞ് ബാലേന്ദ്രൻ നിർത്തി. അപ്പോൾ മനു ചോദിച്ചു, അങ്കിളെ, അലീനയ്ക്കിപ്പോൾ അച്ഛനൊക്കെ ആയതുകൊണ്ട് നമുക്കിനി അവകാശമില്ലാതായി പോകുമോ? സ്റ്റാൻലിക്ക് 24 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു മകൾ ജീവിച്ചിരിപ്പേണ്ട കാര്യം അറിയാൻ സാധിച്ചത്. അതിനു മുൻപ് ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് അവളുടെ അമ്മയുടെ വീട്ടുകാർ ചേർന്നാണ്. ഇപ്പോഴും വീണ്ടും അവളെ തള്ളിപ്പറഞ്ഞത് അവളുടെ അമ്മയുടെ വീട്ടുകാരും അമ്മയും കൂടി ചേർന്നാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലിക്ക് ഇനി തീരാത്ത വൈരാഗ്യമായിരിക്കും. ഇനി ഒരിക്കലും നമുക്ക് അലീനയെ കിട്ടില്ല അങ്കിളെ. നീ പറയുന്നതിലും കാര്യമുണ്ട് മനു. അയാൾക്ക് ദേഷ്യമുണ്ടാവും വൈജിയുടെ ആങ്ങളമാരോടും വൈജിയുടെ കുടുംബക്കാരോടും. പക്ഷേ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവില്ല. വർഷങ്ങൾക്ക് മുൻപ് ഈ സംഭവം നടക്കുമ്പോൾ അന്നും ഞാനില്ല. ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോഴായാലും ഞാൻ സ്റ്റാൻലിയെ സഹായിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ കടപ്പാട് എന്നോടുണ്ടാവും. അയാളുടെ മകളെ സുരക്ഷിതമായി അയാളെ ഏൽപ്പിച്ചത് ഞാനാണ്. ആ നന്ദി എപ്പോഴും സ്റ്റാൻലിക്ക് എന്നോടുണ്ടാവും. പിന്നെ നമ്മുടെ അലീന, അവൾ നമ്മുടേതല്ലേടാ. അവൾ എന്നെയല്ലേ ആദ്യമേ അച്ഛാന്ന് വിളിച്ചതും സ്നേഹിച്ചതുമെല്ലാം. അവൾക്ക് എന്നും ആ സ്നേഹം ഉണ്ടാകും. പിന്നെ നീയും. നിന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവളുടെ പ്രശ്നം
നിന്നെ സ്നേഹിക്കാനുള്ള യോഗ്യതയുണ്ടോ? എങ്ങനെയാണ് എല്ലാവരും അംഗീകരിക്കുക? അതൊക്കെ ഓർത്തിട്ടാടാ. ചിലപ്പോൾ സ്റ്റാൻലി ഒരു ക്രിസ്ത്യാനി ചെറുക്കനെ കൊണ്ട് അവളുടെ കല്യാണമൊക്കെ നടത്തിക്കാൻ നോക്കുമായിരിക്കും. പക്ഷേ എത്ര വലിയ കൊമ്പത്തെ ആൾ വന്നാലും അവളുടെ മനസ്സ് മുഴുവൻ നീയായിരിക്കും. നിന്നെ മറികടന്ന് ഒന്നും അവൾ ചെയ്യില്ല, അതെനിക്കുറപ്പാ. അതെനിക്കറിയാം മകളെ. അതുകൊണ്ട് തന്നെയാണ് അവളെ ഞാൻ സ്നേഹിച്ചത്. അവളുടെ നിലപാട് എന്നും ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മനു സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ. വൈജയെ കണ്ടപാടെ മനു പറഞ്ഞു, ഇനി ആൻറ്റിക്ക് തിരിച്ചു പോകാമല്ലോ അല്ലേ? അതെന്താടാ, ഞാനിവിടുന്ന് പോകാൻ വേണ്ടി എനിക്ക് ധൃതിയായോ? അതുകൊണ്ടല്ല, ആൻറ്റിയുടെ ഏറ്റവും വലിയ ശത്രു ആ വീട്ടിൽ നിന്നും ഇന്നലെ ഇറങ്ങിപ്പോയി. സത്യമാണോ മനു? സത്യമാണ് ആൻറ്റി, എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. ഞാൻ ഇന്നലെ അവിടെയായിരുന്നു. അവളെ യാത്രയാക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ വൈജയന്തി ഈ മത്സരത്തിൽ വിജയിച്ചു. എല്ലാവരും എന്താ കരുതിയത്, ഞാൻ തോക്കുമെന്നോ? ഞാൻ ഒരിക്കലും തോക്കില്ല. ഞാൻ ഇതുവരെ ഒരിടത്തും തോറ്റിട്ടുമില്ല. എൻ്റെ ഭർത്താവ് ബാലേന്ദ്രനെ ഇവിടുത്തെ ഉപ്പും ചോറും കൊണ്ട് ജീവിച്ചവനാ. അയാളുടെ മുമ്പിൽ ഞാൻ തോക്കാനോ? എന്നും ജയിക്കത്തേ ഉള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അവൾ പോകേണ്ടി വന്നില്ലേ? എനിക്ക് വേണ്ടി അവളെ ഇറക്കി വിട്ടു. അതാണ് ഞാനിനി ഏതായാലും അങ്ങോട്ടേക്ക് തിരിച്ചു പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി റൂമിലേക്ക് ചെന്നു. എൻ്റെ ആൻറ്റി അപ്ലൈ തോറ്റു കഴിഞ്ഞു. ഇനിയാണ് ആൻറ്റിക്ക് ഇതിലും വലിയ പരീക്ഷണം വരാൻ പോകുന്നത്. ബാലചന്ദ്രൻ ഞങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ല്. ആൻറ്റി ഇപ്പോൾ വിചാരിക്കുന്നത് എല്ലാം കലങ്ങി തെളിഞ്ഞ് അങ്കിളുമായി നല്ലൊരു ജീവിതമല്ലേ? ഇനി ഒരിക്കലും ആൻറ്റിക്ക് അത് ഉണ്ടാവില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ ആൻറ്റിക്ക് മനസ്സിലാകും അലീനി ആയിരുന്നില്ല നിങ്ങളുടെ ഇടയിലെ പ്രശ്നമെന്ന് മനു മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ. ശിവശങ്കറിൻ്റെ കാറിലാണ് വൈജ കടപ്പാട്ടൂർ വീട്ടിലെത്തിയത്. വൈജ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാലചന്ദ്രൻ സിറ്റൗട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു ജ്വല്ലറിയിലേക്ക് പോകാൻ വേണ്ടി. വൈജ നല്ലൊരു ചിരിയിരിച്ചു ബാലചന്ദ്രനെ നോക്കി. ആ ചിരിയിലുണ്ടായിരുന്നു ഞാൻ ജയിച്ചു എന്നൊരു അഹങ്കാരം. നീ ചിരിച്ചോടി, നിൻ്റെ അഹങ്കാരത്തിന് ഒട്ടും കുറയ്ക്കണ്ട. നീ തോറ്റു പടുകുഴിയിൽ വീണിരിക്കുകയാണെന്ന് നിൻ്റെ ആങ്ങളമാർക്കും എനിക്കും മാത്രമേ അറിയാവുള്ളൂ. അതോടെ നീ ചിരിച്ചോ എന്ന് പുച്ഛഭാവത്തിൽ വൈജയന്തിയെ നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ കാറിനടുത്തേക്ക് പോയി. അകത്തേക്ക് കയറി ചെന്ന വൈജയന്തിയെ മക്കളാരും വലിയ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. എല്ലാവരും ഒരു ചിരിയിലൊതുക്കി അവരുടേതായ പണികളിൽ മുഴുകി. അപ്പോൾ വൈജയന്തി ചോദിച്ചു, എന്താ ഞാൻ വന്നത് ആരും കണ്ടില്ലാന്നുണ്ടോ? കണ്ടല്ലോ, ഞങ്ങൾ ചിരിച്ചല്ലോ എന്ന് കൃഷ്ണജ പറഞ്ഞു. ഇങ്ങനെയാണോ ഒരമ്മ വീട്ടിൽ കയറി വരുമ്പോൾ, അതും എത്ര നാളുകൂടി? അപ്പോൾ ഭവിത ഇടപെട്ടു. അമ്മയ്ക്ക് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാം, തോന്നുമ്പോൾ കയറി വരാം. അപ്പോഴേക്കെന്താ ഞങ്ങൾ താലപ്പൊലെടുത്ത് സ്വീകരിക്കണോ? ഞങ്ങൾ അവിടെ വന്നിരുന്നല്ലോ അമ്മയുടെ തറവാട്ടിലേക്ക് അമ്മയെ വിളിക്കാൻ വേണ്ടി. അവിടെ കിടന്ന് നമ്മൾ 2-3 ദിവസം അമ്മയുടെ കാല് പിടിച്ചില്ലേ ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പോഴൊക്കെ അമ്മ വന്നോ? അന്നമ്മ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ താലപ്പൊലിയൊക്കെ എടുത്ത് സ്വീകരിച്ചേനെ. ഇപ്പോൾ അമ്മ ജയിച്ച് അഹങ്കാരത്തോടെ വന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. അതേടി, എനിക്ക് മനസ്സിലായടി. ഞാനിങ്ങോട്ട് വന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ വലുത് അച്ഛൻ്റെ മറ്റവളായിരുന്നല്ലേ? എങ്കിൽ പിന്നെ അവളെ വിടണ്ടായിരുന്നല്ലോ, ഇവിടെ തന്നെ പിടിച്ചിർത്തിയാൽ പോരായിരുന്നോ? അമ്മയുടെ തലക്ക് വല്ല കുഴപ്പമുണ്ടാമേ? അമ്മ തന്നെയല്ലേ പറഞ്ഞത് അലിനി ചേച്ചിയെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന്, എങ്കിൽ മാത്രമേ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ തന്നെയല്ലേ സമരം ചെയ്തത്? ഇപ്പോൾ വിടണ്ടായിരുന്നു എന്ന് പറയുന്നോ? പിന്നെ ഞാൻ നിങ്ങളോട് എന്ത് പറയണമായിരുന്നു? ഞാൻ ഈ വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങളെന്നെ മൈൻഡ് ചെയ്തോ? നിങ്ങളുടെ അമ്മയില്ലേ ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം എന്നോടുണ്ടോ? അതോ നിങ്ങളുടെ സ്നേഹം മുഴുവൻ മറ്റവൾ പോകുമ്പോൾ കൊണ്ടുപോയോ? അത് കേട്ടപ്പോൾ കൃഷ്ണജയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. കൃഷ്ണ ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും സ്നേഹം ഞങ്ങളോടുണ്ടോ? അമ്മ ആദ്യം സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പഠിക്കുക, സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കുക. എങ്കിൽ ഞങ്ങളും തിരിച്ച് സ്നേഹിക്കാം. സ്നേഹം എന്താണെന്ന് ഞങ്ങൾ കണ്ടു. അങ്ങനെയാണ് മക്കളെ അമ്മമാർ സ്നേഹിക്കേണ്ടത്. അമ്മയൊന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പം ഞങ്ങൾ നല്ല മക്കളാകാമെന്ന് കൃഷ്ണജ പറയുകയാണ്. ഇത് കേട്ടതും ദേഷ്യം വന്ന് വൈജ റൂമിലേക്ക് പോയി കേട്ടോ. വൈജയന്തിക്ക് പഴയ അധികാരവും സ്വാതന്ത്ര്യവും എല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ സോഫയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്ന കാഴ്ച ബബിതയും കൃഷ്ണമോളും രോഹിത്തുമെല്ലാം ഓടി നടന്ന് വീട്ടിലെ പണികളൊക്കെ ചെയ്യുകയാണ്. ബബിത അടിച്ചു വരുന്നുണ്ടെങ്കിൽ കൃഷ്ണജ തുടക്കുന്നുണ്ട്. അനിയത്തിമാർ അടുക്കളയിൽ കയറി പണിയെടുക്കുമ്പോൾ രോഹിത്ത് ചെന്ന് തേങ്ങ ചിരവിയും പാത്രം കഴിയുമൊക്കെ സഹായിക്കാൻ കേട്ടോ. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് വൈജ. ഇവർക്കൊക്കെ ഇതെന്ത് സംഭവിച്ചു? മൊത്തത്തിൽ പണിക്കാരായി മാറിയോ? ആ വേലക്കാരുടെ കൂടെ കൂടി ഇവരാകെ മാറിപ്പോയല്ലോ. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാത്ത കുട്ടികളായിരുന്നു എൻ്റേത്. അവൾ ഇവരെ വഷളാക്കി വെച്ചിരിക്കുകയാണ്. നാളെ മുതൽ ഞാൻ ഇതൊക്കെ മാറ്റം വരുത്തും. ഇവരെ ഇനി ഒരു പണിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വൈജ മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൾ പഠിപ്പിച്ച് വെച്ച കാര്യങ്ങളൊന്നും ഇവർ ഫോളോ ചെയ്യേണ്ട. അവൾ ഇവിടുന്ന് പോയതോടുകൂടി എല്ലാം അവസാനിച്ചു. ഇനി അവളുടെ ഒരു ഓർമ്മകളും ഒരു ചിട്ടകളും ഈ വീട്ടിൽ വേണ്ട എന്ന് വൈജ ഉറപ്പിച്ച് പറയുകയാണ് മനസ്സുകൊണ്ട്. ബാലചന്ദ്രൻ രാത്രി വീട്ടിലെത്തിയപ്പോൾ വൈജ സോഫയിലുണ്ടായിരുന്നു. ബാലചന്ദ്രൻ വൈജയെ മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ വൈജ മനസ്സിൽ വിചാരിച്ചു, പെട്ടെന്ന് അങ്ങോട്ട് പോയി മിണ്ടാനൊന്നും പോവണ്ട, കുറച്ച് ദിവസം കഴിയട്ടെ.
ബാലേന്ദ്രൻ്റെ കയ്യിലും തെറ്റുണ്ട്. എന്നോട് ക്ഷമിച്ച് മാപ്പ് പറയുന്നവരെ ഞാനും മിണ്ടില്ല എന്ന് വിചാരിച്ച് വൈജി സോഫയിൽ തന്നെ ഇരുന്നു. എങ്കിലും വൈജയ്ക്ക് സങ്കടമുണ്ട് കേട്ടോ ബാലേന്ദ്രൻ പിണങ്ങി നടക്കുന്നതിൽ. ഇപ്പോൾ അലീന പോയിട്ടും എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്നാണ് വൈജ ചിന്തിക്കുന്നത്. റൂമിലെത്തിയ ബാലചന്ദ്രനും അങ്ങനെ തന്നെ ചിന്തിക്കുകയാണ് കേട്ടോ. വൈജയെ, നീ കരുതുന്നുണ്ടാവും അലീന പോയതോടുകൂടി എല്ലാം ശരിയായി എന്ന്. ഇനി ഒരിക്കലും നിനക്ക് പഴയ ബാലേന്ദ്രനെ കാണാൻ കഴിയില്ല. ആ ബാലേന്ദ്രൻ പണ്ടേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു കഴിഞ്ഞു. നീ ഇപ്പോൾ കാണുന്നത് പുതിയ ബാലേന്ദ്രനെയാണ്. ഇനിയും നീ കളികൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഈ ബാലചന്ദ്രൻ്റെ. സമയമാവട്ടെ, അലീന ആരാണെന്നുള്ള സത്യം നിന്നോട് ഞാൻ ഒരിക്കൽ പറയും. അന്നായിരിക്കും നമ്മൾ തമ്മിലുള്ള അവസാന ജീവിതം ഈ വീട്ടിൽ. അലീനയ്ക്ക് സ്വന്തം അച്ഛൻ്റെ അടുക്ക് എത്തിയിട്ടും വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. ആകെ ഒരു ഒറ്റപ്പെടലും വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു മനസ്സിന്. എങ്ങനെയെങ്കിലും തിരിച്ച് കടപ്പാട്ടൂർ പോകണമെന്ന് വരെ തോന്നിപ്പോയി. പക്ഷേ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ലല്ലോ. മറ്റെവിടേക്കെങ്കിലും പോയാലെന്ന് വരെ അലീന ചിന്തിച്ചു. കടപ്പാട്ടൂരെ അച്ഛന് എന്തൊരു സ്നേഹമായിരുന്നു. എന്നെ മോളെ എന്ന് പറഞ്ഞ് ചേർത്ത് വിളിക്കുമായിരുന്നു. സ്വന്തം മോളല്ലാന്ന് അറിഞ്ഞിട്ടും സ്വന്തം മോളെപ്പോലെ എന്തുമാത്രം എന്നെ സ്നേഹിച്ചു. എന്നോട് ഏറ്റവും ശത്രുത തോന്നേണ്ട ആളായിരുന്നു. ഈ അച്ഛൻ നോക്കിക്കേ, ഒന്ന് എന്നെ ചേർത്ത് പിടിക്കുന്നില്ല. ഒന്ന് മോളെ എന്ന സ്നേഹത്തിൽ ഇതുവരെ വിളിച്ചിട്ടില്ല. പഴയ കേണലായതുകൊണ്ട് ഗൗരവത്തിനൊട്ടും കുറവില്ല. എന്തെങ്കിലുമൊക്കെ എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ അത് സെർവനെ വിട്ട് സംസാരിപ്പിക്കുന്നു. ഇതെന്തൊരു രീതിയാണപ്പോൾ. ഇതോർത്തുകൊണ്ട് അലീന റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിറ്റേന്ന് രാവിലെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണ് സ്റ്റാൻലി സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയത്. സ്റ്റാൻലിയുടെ അച്ഛൻ അവധിക്കുട്ടിച്ചായനായിരുന്നു. എന്താ അപ്പച്ച ഇത്ര രാവിലെ? എന്താണെന്നോ, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടുത്തെ സെർവൻ്റ് വിളിച്ചു പറഞ്ഞു നീ ഏതൊരു പെണ്ണിനെ കൊണ്ട് നിർത്തിയെന്ന്. അവരാകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിനക്ക് നേരം പോക്കിന് വേണ്ടിയാണ് ഒരു പെണ്ണിനെ കൊണ്ട് നിർത്തിയതെന്ന്. എന്നാൽ എനിക്ക് കാര്യം പിടികിട്ടി. നീ നിൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് വന്നു അല്ലേ? ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു അപ്പച്ച. ഞാൻ അന്നേ പറഞ്ഞതല്ലേ കൂട്ടിക്കൊണ്ട് വരുമെന്ന്. നീ എന്ത് മണ്ടത്തരമാണ് മോനെ കാണിച്ചത്? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന്. ഓക്കെ, വന്നത് വന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് മാറ്റണം. ഇതുവരെ നിൻ്റെ ഭാര്യയോ നിൻ്റെ ആങ്ങളമാരോ അറിഞ്ഞിട്ടില്ല. അവരൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് മാറ്റാം. അവൾക്ക് വേണ്ടത് എന്താ വേണ്ടതെന്ന് ചെയ്യാം. ഇവിടെ തൽക്കാലം മാറ്റിയിട്ട് പിന്നീട് നമുക്ക് അവളെ നല്ല നിലയ്ക്ക് കെട്ടിച്ച് വിടാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ കൂടെ നിന്ന് താമസിപ്പിക്കാനൊന്നും കഴിയില്ല. അപ്പച്ച, ഞാൻ എൻ്റെ മകളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞേക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം എനിക്കില്ലായിരുന്നു. എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയോ ജോലിക്ക് വിടുകയോ എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. എടാ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നീ ഇപ്പോൾ തൽക്കാലം അവളെ ഇവിടുന്ന് മാറ്റ്. എന്നിട്ട് സമയമാകുമ്പോൾ അവളെ കല്യാണം കഴിപ്പിച്ചയക്കുകയോ അല്ലെങ്കിൽ നല്ല ജോലി മേടിച്ചു കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നടക്കില്ല അപ്പച്ച. എൻ്റെ മകളെ എൻ്റെ കൂടെ നിർത്തുവാനും സ്നേഹിക്കുവാനും വേണ്ടിയാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അതിനിപ്പോൾ ആരെതിർത്താലും ഞാൻ അവളെ ഇവിടുന്ന് മാറ്റുന്ന പ്രശ്നമില്ല. എൻ്റെ ഈ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വന്ന രാജകുമാരിയാണ് എൻ്റെ മകൾ. 1-2 വർഷമല്ല, 24 വർഷമാണ് എൻ്റെ മകൾ അനാഥാലയത്തിൽ കഴിഞ്ഞത്. അവൾക്ക് ഇനിയെങ്കിലും എൻ്റെ സ്നേഹം കൊടുക്കണ്ടേ? എടാ, നീ ഈ പറഞ്ഞ സ്നേഹമൊക്കെ അവൾക്ക് നിന്നോടുണ്ടാകുമോ? നിങ്ങളൊക്കെ കൂടെ അവളെ അനാഥാലയത്തിലാക്കിയതിൻ്റെ വെറുപ്പ് അവൾക്കുണ്ടായിരിക്കില്ലേ? നിൻ്റെ സ്വത്ത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകാനായിരിക്കും അവൾ വന്നത്. ഇനിയും നിനക്ക് 3 മക്കളുണ്ട്. എല്ലാം ഇവൾ അടിച്ചുകൊണ്ട് പോകും, നീ നോക്കിക്കോ. ഇതും പറഞ്ഞുകൊണ്ട് അവളെവിടെ, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവധക്കുട്ടിച്ചാൻ അകത്തേക്ക് കയറി. ആ പെണ്ണ് എവിടെയെന്ന് അവധക്കുട്ടിച്ചാൻ സെർവൻറ്റിനോട് ചോദിക്കാൻ കേട്ടോ. സെർവൻറ്റ് അലീനയുടെ റൂം കാട്ടിക്കൊടുത്തു. അവധക്കുട്ടിച്ചാൻ ആ റൂം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരു രാജകൊട്ടാരത്തിലെ റൂം പോലെയുണ്ട്. അത്രമാത്രം ഒരുക്കങ്ങളാണ് സ്റ്റാൻലി തൻ്റെ മകൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്നതെന്ന് അവധക്കുട്ടിച്ചാൻ ചിന്തിച്ചു. ജനാലിൽ കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന അലീന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അവധക്കുട്ടിച്ചാൻ റൂമിന് പുറത്ത് നിൽക്കുന്നു. അലീനെ കണ്ടതും അവധക്കുട്ടിച്ചാൻ വീണ്ടും ഞെട്ടിത്തരിച്ചു പോവുകയാണ് കേട്ടോ. തൻ്റെ മരിച്ചുപോയ ഭാര്യ ചിന്നമ്മ, സ്റ്റാൻലിയുടെ അമ്മ, അതേ മുഖഛായ. അവധക്കുട്ടിച്ചാൻ ദേഷ്യത്തോടെ വന്നെങ്കിലും എല്ലാം ചോർന്നൊലിച്ചുപോയി. എന്നെപ്പോലെ തന്നെ അലീനെ കാണുന്ന മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഇതുപോലെ ഞെട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ആരും DNA ടെസ്റ്റിന് പോകണമെന്ന് പറഞ്ഞ് അലീനയെ സംശയിക്കില്ല. അത്രയ്ക്കും മുഖഛായയുണ്ട് ചിന്നമ്മയുടേത്. അവധക്കുട്ടിച്ചാൻ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇദ്ദേഹം എന്താണ് എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നതെന്നോർത്ത് അലീന ചോദിച്ചു. ആരാണ്? ഞാൻ സ്റ്റാൻലിയുടെ അച്ഛനാണ്. അവധക്കുട്ടിച്ചാൻ എന്നാണ് എൻ്റെ പേര്. മോളുടെ പേരെന്താ? എൻ്റെ പേര് അലീന. വല്യപ്പച്ചൻ എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ? അതെങ്ങനെ മോളറിഞ്ഞു? എന്നോട് പറഞ്ഞായിരുന്നു ഇവിടുത്തെ സെർവൻറ്റ്. വല്യപ്പച്ചനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും വല്യപ്പച്ചൻ വലിയ ചൂടനാണ്, എന്നെ കണ്ട പാടെ ഇവിടുന്ന് ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ പോകണം വല്യപ്പച്ച. എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. വല്യപ്പച്ചൻ പറഞ്ഞാൽ മതി ഞാൻ എപ്പോൾ പോകണമെന്ന്. അപ്പോൾ ഞാൻ ഇറങ്ങിത്തരാം. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ അറിഞ്ഞു പോലുമില്ല എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് ഞാൻ വരുന്നതെന്ന്. ഇവിടെ വന്നതിന് ശേഷം എനിക്കാണ് ഇവിടെ ഒട്ടും ഇഷ്ടപ്പെടുന്നുമില്ല. ഞാൻ എങ്ങോട്ടേക്കും പോയിക്കോളാം കേട്ടോ. വല്യപ്പച്ചൻ ബുദ്ധിമുട്ടണ്ട എന്ന് അലീന പറയുകയാണ് കേട്ടോ. അവധക്കുട്ടിക്ക് വല്ലാത്ത വിഷമമാവുകയാണ്. അയ്യോ മോളെ, അത് പിന്നെ നീ ഞങ്ങളുടെ ചോരയല്ലേ, അങ്ങനെ അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റുമോ?
മോളിപ്പോൾ എങ്ങോട്ടും പോകണ്ടേ, ഞാൻ മോളുടെ അച്ഛനൊന്ന് കണ്ടിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് അവതക്കുട്ടി സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോയി. അവതക്കുട്ടി കണ്ടതും സ്റ്റാൻലി ചിരിക്കുവാൻ തുടങ്ങി കേട്ടോ. എന്താ കണ്ടിട്ട് ഞെട്ടിപ്പോയോ? എടാ നീ പറഞ്ഞ സത്യമാണ്, ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. നിൻ്റെ അമ്മയുടെ അതേ മുഖച്ഛായ തന്നെ. അപ്പോൾ അവളെ പറഞ്ഞു വിടുന്നില്ലേ? അത് മോനെ ഇപ്പോൾ വേണ്ടടാ, അവൾ ഒരു പാവം പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഞാൻ കരുതിയത് നിൻ്റെ സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി വന്ന ഏതോ ഒരു അലവലാതി പെണ്ണാണെന്നാ. പക്ഷേ ഇവിടെ കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ലടാ. ഒരു പാവൻ പെൺകുട്ടിയാണ്, സ്നേഹമുള്ളവളാണെന്ന് തോന്നുന്നു. നീ അവളെ നന്നായിട്ട് സ്നേഹിക്കുകയൊക്കെ വേണം കേട്ടോ. അവൾക്ക് ഇവിടെ മടുത്തു എന്നാണ് പറയുന്നത്. ആഹാ, ഇത് കൊള്ളാലോ. അവളെ ഇറക്കി വിടാൻ വേണ്ടിയില്ലേ അപ്പച്ചൻ രാവിലെ ഇങ്ങോട്ട് വന്നത്? എന്നിട്ടിപ്പോൾ എന്നോട് അവളെ സ്നേഹിക്കാൻ പറയുന്നോ? ഇത്ര പെട്ടെന്ന് അപ്പച്ചൻ അലിഞ്ഞു പോയോ അവളെ കണ്ടപ്പോഴേക്കും? അത് പിന്നെ മോനെ, എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചോരയല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അവളിവിടെ നിൽക്കട്ടെ, ബാക്കി വരുന്നതെല്ലാം നമുക്കിനി വഴിക്ക് വെച്ച് കാണാം. ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന അലീനയ്ക്ക് അവതക്കുട്ടി വന്നത് വലിയൊരാശ്വാസമാവുകയാണ് കേട്ടോ. അവതക്കുട്ടിയാണെങ്കിൽ പുലി പോലെ വന്ന് എലി പോലെയായി എന്ന് പറയാം. അലീനയ്ക്ക് മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു. അവതക്കുട്ടി കൊച്ചുമോളെ നന്നായിട്ട് സ്നേഹിക്കുകയാണ് കേട്ടോ. ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് പുറകെ നടക്കുകയാണ്. അപ്പോൾ അലീന ചോദിച്ചു, വല്യപ്പച്ചൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ചാൽ എവിടെ ശരിയാകും? വല്യപ്പച്ചൻ എന്നെ ഇറക്കി വിടാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ എനിക്ക് ഇറങ്ങിപ്പോകുമ്പോൾ സങ്കടമാവില്ലേ? അതുകൊണ്ട് എന്നെ സ്നേഹിക്കണ്ട എന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. മോളെ നീ ഇനി അക്കാര്യം പറയല്ലേ, അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ, ഞാൻ ഇനി അങ്ങനെ പറയില്ല കേട്ടോ. അങ്ങനെ രണ്ടുപേരും നല്ല കൂട്ടായി മാറുകയാണേ. എൻ്റെ ഈ കൊച്ചുമകൾക്ക് 24 വർഷം അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നതിൽ എനിക്കും ഒരു പങ്കുണ്ട്. അന്ന് ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചപ്പോൾ അതിനെ കൊല്ലുകയോ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്ക് എന്തായാലും വേണ്ട എന്ന് അവതക്കുട്ടി വൈജിയുടെ അച്ഛനോട് പറഞ്ഞിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ അവതക്കുട്ടിക്ക് വല്ലാതെ സങ്കടം തോന്നി. രാത്രി കിടക്കാനായപ്പോൾ അവതക്കുട്ടി സ്റ്റാൻലിയുടെ അടുത്തേക്ക് വന്നു. നീ നിൻ്റെ മകളുടെ അടുത്ത് വലിയ അടുപ്പമൊന്നുമില്ലേടാ, നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നത് സെർവൻ്റെ ഇടയ്ക്കാണോ? ഉള്ളിൽ മാത്രമേ സ്നേഹമുള്ളൂ, പുറത്തൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ലേ? അത് പിന്നെ പ്രത്യേകം ചോദിക്കണോ അപ്പച്ചാ? ഞാൻ അങ്ങനെയാണല്ലോ, ഞാനതിന് അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അത്രയൊക്കെ മതി, എനിക്കങ്ങനെ പറ്റുള്ളൂ. എടാ മോനെ, അങ്ങനെയല്ലടാ, നിൻ്റെ മറ്റു മക്കളെ പോലെയല്ല ഇവൾ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നതല്ലേ, അവൾക്ക് അച്ഛൻ്റെ സ്നേഹം അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാനെന്ന് സ്നേഹത്തിൽ പെരുമാറിയപ്പോൾ അവൾ എന്നോട് എന്ത് സ്നേഹത്തിലെന്നറിയ പെരുമാറിയത്. അവൾ നല്ല മിടുക്കിയാണ് കേട്ടോ, നല്ല ബുദ്ധിയും നല്ല നിലപാടും ഉറച്ച മനസ്സുമുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പച്ചന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുമല്ലോ എൻ്റെ മോളെ. പിന്നെന്താ സംശയം? ഞാൻ ദേഷ്യത്തോടെ വന്നതല്ലേ, അവളുടെ മുമ്പ് ഞാൻ അലിഞ്ഞു പോയില്ലേ. പക്ഷേ എൻ്റെ പേടി അതല്ലട മോനെ, നിൻ്റെ ഭാര്യയും മക്കളും അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവർ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. പിന്നെ നിൻ്റെ അനിയന്മാർ, അവരിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ സെർവൻ്റാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, അതുപോലെ അവരെ വിളിച്ച് പറഞ്ഞുവിടാന്നില്ലല്ലോ. ഈ സ്റ്റാൻലിക്ക് ആരെയും പേടിയില്ല അപ്പച്ച, ആര് വേണമെങ്കിലും വന്നോട്ട് ചോദിക്കുവാൻ വേണ്ടി. അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. ഞാൻ ഇപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എല്ലാം 24 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. ഞാൻ അതൊക്കെ അങ്ങോട്ട് തുറന്നങ്ങ് പറയും, അത്രയേ ഉള്ളൂ. അപ്പച്ചൻ അതൊന്നോർത്ത് പേടിക്കേണ്ട എന്ന് സ്റ്റാൻലി പറയുകയാണ് കേട്ടോ.